PMC നടപ്പാക്കുമ്പോൾ ആ സംസ്ഥാനം ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കുന്നു എന്ന MOUയിൽ ധാരണാപത്രത്തിൽ ഒപ്പിടണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഏറ്റവും നന്നായി പ്രചരിപ്പിച്ചവർ അന്നത്തെ UDF-കാരാണ്. അന്നും ഇന്നും ഒരേ നിലപാടും ഒരേ പക്ഷവും ഒരേ അഭിപ്രായവും ഉന്നയിച്ചവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ ബഹുജന സംഘടനകളും. എന്നാൽ അന്ന് ഞങ്ങളിത് പറഞ്ഞപ്പോ പണം വേണ്ടേ, എല്ലാ കാലത്തും ഇത് പറ്റുമോ, അടവ് നയത്തിലൂടെ നമുക്കൊരു ശ്രമം നടത്താമെന്ന് പറഞ്ഞവർ ഇന്ന് നയം മാറ്റി ഒപ്പം കൂടിയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. അന്ന് എതിർത്തവർ ഇന്ന് നടപ്പാക്കാതെ വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറുകണ്ഠം ചാടിയിരിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഇതിനിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ സംഘടനകളും മാത്രമാണ് ആ അന്നെടുത്ത തീരുമാനത്തിൽ നയത്തിൽ ഉറച്ചു നിന്ന് പോരാട്ടം, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രതിരോധത്തിന്റെ മാർഗം അത് രൂക്ഷമായി മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത്. കൊണ്ടുപോയില്ലെങ്കിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾക്ക് നിലനിൽപ്പില്ല. ഇനി PMC നടപ്പാക്കി കഴിഞ്ഞാൽ ആ വിദ്യാലയങ്ങൾ സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിലെ ഒരു പൊതു ട്രെൻഡ് CBSE ദേശീയ പുസ്തകം അത് എന്തോ മഹത്തായതാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. എന്താണ് അക്കരെ പച്ച എന്ത് എന്ന് അറിയാൻ വേണ്ടി നോക്കുന്നവരാകാം, ആയിക്കോട്ടെ. അവരറിയേണ്ടത് 8ാം ക്ലാസ്സിൽ കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ NCERTയുടെ ഏറ്റവും പുതിയ പാഠപുസ്തകത്തിലാണ് സ്വരാജ് എന്ന മുദ്രാവാക്യം ഉന്നയിച്ച RSSന്റെ നേതാവിന്റെ പേര് സർവർക്കർ എന്നാണ് എന്ന് എഴുതി ചേർത്തിരിക്കുന്നു. നോക്കണം, RSS സ്വരാജ് മുദ്രാവാക്യം ഉന്നയിക്കുന്ന സമയത്താണ് RSS എന്ന പ്രസ്ഥാനം ഇന്ത്യക്കകത്തുണ്ടായത് എന്നറിയാം. 1925. ശരിയാ, ബാലഗംഗാധര തിലകനാണ് സ്വരാജ് എന്ന മുദ്രാവാക്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് മുന്നിൽ അവതരിപ്പിച്ചതെങ്കിൽ അത് ഉന്നയിച്ച ആളാണ് സർവർക്കർ എന്നൊരു പുസ്തകത്തിൽ എഴുതി വെക്കുന്നു എന്ന് പറഞ്ഞാൽ നോക്കണം, എന്താണ് ദേശീയ പ്രസ്ഥാനത്തിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളത് ചരിത്രം അവരെ തിരിഞ്ഞുകൊത്തുന്നു എന്ന് കാണുമ്പോൾ അതവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. അത് പാഠഭാഗങ്ങളിലൂടെ കുട്ടികളിലേക്ക് എങ്ങനെ എത്തിക്കാൻ കഴിയും എന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേവലം ഒരു വിദ്യാഭ്യാസ പ്രശ്നം ആയി സമൂഹം ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയം ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ ഒരു പദ്ധതി, PMC എന്ന പേരിൽ അറിയപ്പെടുന്ന പദ്ധതി, ഇന്ന് കേരളത്തിനകത്ത് ഒരു രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുകയാണ്. ഒരു വിദ്യാഭ്യാസ വിഷയം രാഷ്ട്രീയ വിഷയമായി ചർച്ച ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. കാരണം വിദ്യാഭ്യാസം സമൂഹത്തെ വാർത്തെടുക്കുന്നതിനുള്ളതാണ്, രൂപപ്പെടുത്തുന്നതിനുള്ളതാണ്. പുതുതലമുറയിലേക്ക് അറിവ് പകർന്നു കൊടുക്കുക മാത്രമല്ല, അവർ എങ്ങനെ വളരണമെന്ന് നിശ്ചയിക്കുന്നത് ആ രാഷ്ട്രത്തിന്റെ വിദ്യാഭ്യാസ പ്രക്രിയയാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ ബഹുജന സംഘടനകളും ഈ വിഷയത്തെ ഒരു സാമൂഹ്യ വിഷയമായി, രാഷ്ട്രീയ വിഷയമായി ബഹുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പലരും ചോദിച്ചിട്ടുണ്ട്, എന്തിനാ കുറച്ച് പൈസ കിട്ടുന്നത്, കുറച്ച് സ്കൂളുകളെ നന്നാക്കി കൊണ്ടുപോകുന്നതിന് എതിര് നിൽക്കുന്നത് എന്ന്. യഥാർത്ഥത്തിൽ ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഉദ്ഘാടകൻ ഇവിടെ സവിസ്തരം വിശദീകരിച്ചു കഴിഞ്ഞു. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അദ്ദേഹം സൂചിപ്പിച്ചു, ഇത് PMC എന്ന പദ്ധതിയെ ചൊല്ലിയുള്ള കോലാഹലമല്ല, മറിച്ച് ഇന്ത്യയുടെ പുതിയ പുത്തൻ വിദ്യാഭ്യാസ നയത്തെ ചൊല്ലിയിട്ടുള്ളതാണ്. NEP 2020 2020 എന്ന് പറയും. പുത്തൻ വിദ്യാഭ്യാസ നയം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കോവിഡിന്റെ മഹാമാരിയിൽപ്പെട്ട് തമ്മിൽ മുഖത്തോട് മുഖം നോക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ മുഖത്തോട് മുഖം നോക്കി വർത്തമാനം പറയുമ്പോൾ പോലും മൂടുപടമിട്ട് സംസാരിക്കുന്ന ഘട്ടത്തിൽ പാർലമെന്റിനെ മറയത്ത് നിർത്തി ചർച്ച പോലുമില്ലാതെ പാസാക്കിയെടുത്ത ഒരു വിദ്യാഭ്യാസ നയമാണ് NEP 2020. ആദ്യമായിട്ടല്ല ഇന്ത്യയിൽ ഒരു വിദ്യാഭ്യാസ നയം വരുന്നത്. ഇതിനു മുമ്പ് 1986-ൽ 68-ൽ 86-ൽ ഒക്കെ ഇന്ത്യക്കകത്ത് വിദ്യാഭ്യാസ നയമുണ്ടായിട്ടുണ്ട്. രാജ്യത്തെ
പ്രാഥമിക തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗം വരെ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് നിശ്ചയിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്. ഈ 3 പദ്ധതികൾ മാത്രമല്ല, 3 വിദ്യാഭ്യാസ നയം മാത്രമല്ല ഇന്ത്യക്കകത്തുണ്ടായത്. സ്വാതന്ത്ര്യാനന്തരം 1948 ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷൻ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഇന്നതായിരിക്കണം ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസം എന്ന് മുമ്പോട്ട് വെക്കുകയുണ്ടായി. വീണ്ടും 1952 ഡോക്ടർ മുതലിയാർ കമ്മീഷൻ, മുതലിയാരുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷൻ 48 കമ്മീഷന്റെ അതിനകത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് സർവകലാശാലകളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ പദ്ധതികളെ സംബന്ധിച്ചൊക്കെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ 64 കോത്താരിയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ട് കൂടി വന്നപ്പോ ആണ് ഇന്ന് നാം കാണുന്ന ഘടനയിലേക്ക് ഇന്ത്യയിലെ വിദ്യാഭ്യാസം 10+2+3 എന്ന സ്ട്രീമിലേക്ക് വന്നത്. അതിനുശേഷമാണ് നയങ്ങൾ വന്നത്. ഓക്കെ, 2020 ഈ നയം വന്നപ്പോ ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ചത്, ഈ നയത്തെ സ്വാഗതം ചെയ്തത് ഇന്ത്യയിലെ RSS എന്ന് പറയുന്ന സംഘടനയാണ്. നാഗപ്പൂരിൽ RSS പറയുകയുണ്ടായി, വിദ്യാഭ്യാസ നയം, ഈ പുതിയ നയം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, ഇത് നടപ്പാക്കണം. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയം എന്താകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന 80% കാര്യങ്ങളും അതിനകത്തുണ്ട്. മാത്രമല്ല, ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ ഇന്ത്യാവൽക്കരിക്കുന്നതിന് ഇതുകൊണ്ട് സാധിക്കുന്നു. ഇന്ത്യാവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിലേക്ക് ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകുന്നു എന്നാണ് അവർ പ്രഖ്യാപിച്ചത്. കേൾക്കാൻ മനോഹരമായ ഒരു ഇന്ത്യാവൽക്കരണം, ഇന്ത്യൻ നോളജ് സിസ്റ്റം. നമ്മളാരും എതിരല്ല ഇന്ത്യൻ നോളജ് സിസ്റ്റം. എന്നാൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്നത് പ്രാചീന ഭാരതത്തിന്റെ അറിവുകൾ മാത്രമാണ് എന്ന് നിശ്ചയിക്കുന്നതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതനുസരിച്ചുള്ള പാഠപുസ്തകങ്ങളാണ് ഇന്ത്യയിൽ ഇനിമേൽ ഉണ്ടാവുക എന്ന് തീരുമാനിക്കുകയല്ല, നടപ്പിലാക്കപ്പെട്ടു. വിദ്യാഭ്യാസ നയം വന്ന് അത് എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിക്കുവാൻ തയ്യാറായില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്തെ ഹൈന്ദവവൽക്കരണം എന്ന അജണ്ട ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മതനിരപേക്ഷ വിദ്യാഭ്യാസം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന സംസ്ഥാനങ്ങൾ, അന്നത്തെ ഡൽഹി, പഞ്ചാബ്, ബംഗാൾ, തമിഴ്നാട്, കേരളം 5 സംസ്ഥാനങ്ങൾ ഈ നയം അംഗീകരിക്കുവാൻ തയ്യാറായില്ല. 2022 കേന്ദ്ര മന്ത്രിസഭ ഈ വിദ്യാഭ്യാസ നയം എല്ലാ സംസ്ഥാനങ്ങളിലും എത്തിക്കുന്നതിനു വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നു. ആ പദ്ധതിയാണ് പ്രൈം മിനിസ്റ്റേഴ്സ് റൈസിംഗ് ഫോർ എഡ്യൂക്കേഷൻ എന്ന PM ശ്രീ പദ്ധതിയായി വന്നിരിക്കുന്നത്. PM-ന്റെ പേരിൽ അപ്പോ ആളുകൾ ചോദിക്കുക, പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ഒരു പദ്ധതി ആയതുകൊണ്ട് നമ്മൾ എതിർക്കേണ്ടതുണ്ടോ? പ്രൈം മിനിസ്റ്റേഴ്സ് റൈസിംഗ് ഇന്ത്യ എന്ന ഈ പദ്ധതിയെ നിങ്ങൾ എന്തിനാണ് PM എന്ന് വന്നതുകൊണ്ടാണോ? ഞങ്ങൾക്ക് PM-ന്റെ പേരിൽ ഒരു പദ്ധതി വന്നതുകൊണ്ട് എതിർപ്പൊന്നുമില്ല. ഇവിടെ PMRY എന്ന സ്കീം ഉണ്ടായിരുന്നു, PM-ന്റെ പേരിൽ ഔഷധികളുണ്ട്, ആയിക്കോട്ടെ. എന്നാൽ അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അജണ്ടകളാണ് ഇതിനെ എതിർക്കാൻ കാരണം. പ്രൈം മിനിസ്റ്ററുടെ പേരും, പ്രൈം മിനിസ്റ്ററുടെ പേരല്ല PM എന്ന പേരും, മോദിയുടെ പടവും വിദ്യാലയത്തിന്റെ മുമ്പിൽ ഒട്ടിച്ചു വെക്കും എന്നുള്ളത് കൊണ്ടല്ല. അവിടെയും പറഞ്ഞു, ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം, സംസ്ഥാനത്തിന്റെ കയ്യിലുള്ള സമവർത്തി പട്ടികയിലുള്ള വിദ്യാഭ്യാസത്തെ കേന്ദ്രം പിടിച്ചെടുക്കുന്നതിനു വേണ്ടിയുള്ള ഒരു നയമാക്കി ഇത് മാറ്റും എന്ന് ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ടാണ് ഇന്ത്യക്കകത്ത് 14,500 വിദ്യാലയങ്ങളിൽ അതിന്റെ PM ശ്രീ എന്ന പദ്ധതി അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ആദ്യ പേജിൽ തന്നെ എഴുതി വെച്ചു, ആമുഖത്തിൽ തന്നെ എഴുതി വെച്ചു, അവർ എന്തിനാണ് ഈ പ്രൊജക്ട് അവതരിപ്പിക്കുന്നത് എന്ന്. ഞങ്ങൾ ഇന്ത്യക്കകത്ത് 14,500 വിദ്യാലയങ്ങൾ, ചുരുങ്ങിയ എണ്ണ ഇന്ത്യയുടെ ആകെ വിദ്യാലയങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ അത് ഞാൻ കേരളത്തിന്റെ പറയുമ്പോൾ മനസ്സിലാവും. ആ വിദ്യാലയങ്ങളിൽ 5 വർഷത്തെ പ്രൊജക്റ്റ് ആയിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വികസന ബ്ലോക്കിൽ 2 വിദ്യാലയങ്ങളെ ഇതിൽ വേണ്ടി തെരഞ്ഞെടുക്കും.
എന്തിനു വേണ്ടിയിട്ടാണ്? NEP-യെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദേശീയ വിദ്യാഭ്യാസ നയം പ്രചരിപ്പിക്കുന്നതിനും പ്രാവർത്തികമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പദ്ധതി അവതരിപ്പിക്കുന്നത് എന്ന് അതിന്റെ ആമുഖത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. അതിന് 6 പില്ലേഴ്സ് അവർ പറഞ്ഞിരിക്കുന്നു. ഓരോന്നും NEP. ഏതായിരിക്കണം പാഠ്യപദ്ധതി? അത് NEP അനുസരിച്ച്. ഏതായിരിക്കണം മോണിറ്ററിംഗ്, നിയന്ത്രണം? അത് NEP അനുസരിച്ച്. അധ്യാപകരുടെ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കണം? അത് NEP അനുസരിച്ച്. ഏതായിരിക്കണം പാഠപുസ്തകം? അത് NEP അനുസരിച്ച്. NCERT പുസ്തകം 6 എണ്ണം. ഇതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് ദേശീയ വിദ്യാഭ്യാസ നയം ഷോക്കേസ് ചെയ്യാൻ ആമുഖത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ തന്നെ ഇത് കേരളത്തെ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിപ്പിക്കുവാനുള്ള നയമാണ്. രണ്ടാമത്തെ പാരഗ്രാഫിൽ എഴുതി വെച്ചത് PM-ശ്രീ നടപ്പാക്കുമ്പോൾ ആ സംസ്ഥാനം ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കുന്നു എന്ന MOU-യിൽ ധാരണാപത്രത്തിൽ ഒപ്പിടണം. കേരളം ഇതിനകത്തേക്ക് ഒപ്പിട്ടപ്പോ 152 വികസന ബ്ലോക്കുകളാണ് കേരളത്തിലുള്ളത്. അതിൽ ഒരു ബ്ലോക്കിനകത്ത് 2 വീതം സ്കൂളുകൾ തെരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് 304 വിദ്യാലയങ്ങൾ ലഭിക്കണം. ഒരെണ്ണം എലിമെന്ററി തലത്തിൽ, മറ്റൊന്ന് സെക്കൻഡറി തലത്തിൽ. ഒരെണ്ണം പ്രൈമറി സ്കൂൾ ആയിരിക്കണം, മറ്റൊന്ന് ഹൈസ്കൂൾ ആയിരിക്കണം. ഇതാണ് വെപ്പ്. കേരളത്തിൽ ആകെ 12,600-ലധികം വിദ്യാലയങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്തെ സ്കൂളുകൾ എല്ലാം നോക്കിയാൽ പൊതുവിദ്യാലയങ്ങൾ. ഇതിൽ ഗവൺമെന്റ് വിദ്യാലയങ്ങൾ മാത്രമാണ് ഇവർ തെരഞ്ഞെടുക്കുക. അതിൽ പറഞ്ഞത് ഏതാണ്ട് 265 സ്കൂളുകൾ കേരളത്തിനകത്ത് തെരഞ്ഞെടുക്കാൻ പ്രപ്പോസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് തെരഞ്ഞെടുക്കാൻ ഒരു പ്രത്യേക പോർട്ടൽ ഉണ്ടാകും. അതിനകത്ത് സ്കൂളുകൾ രജിസ്റ്റർ ചെയ്യണം. അതിന്റെ സെലക്ഷൻ പ്രോസസ് ഉണ്ട്. ആ സെലക്ഷൻ പ്രോസസ് പൂർത്തിയാക്കാൻ കേരളത്തിനകത്ത് ചുമതലപ്പെടുത്തിയത് സമഗ്ര ശിക്ഷ കേരള എന്ന ഏജൻസിയാണ്. വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു പ്രൊജക്റ്റാണത്, സമഗ്ര ശിക്ഷ കേരള. നിലവിൽ കേരളത്തിനകത്ത് മുമ്പ് SSA എന്ന് പറയുന്നത് ഇപ്പൊ SSK എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ശരി, എങ്ങനെയാണ് ഇതിനെ തമ്മിൽ ബന്ധിപ്പിച്ചതെന്ന് നോക്കണം. PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു വിദ്യാലയത്തിന് 1,10,00,000 രൂപയാണ് അനുവദിക്കുക 5 വർഷത്തേക്ക്. ഇനി അത് പദ്ധതി അവസാനിക്കുവാൻ 8 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. വിദ്യാഭ്യാസ രംഗത്ത് ഫീൽഡിലുള്ള ആളുകൾ എന്ന നിലയിൽ നമുക്ക് നന്നായിട്ടറിയാം, നടപ്പാക്കിയ പദ്ധതികളുടെ പരിപാടികളുടെ പണം മാത്രമാണ് കേന്ദ്രം തരിക. അതുമാകട്ടെ 60% സംസ്ഥാനം നൽകണം, കേന്ദ്രം നൽകും, 40% സംസ്ഥാനം നൽകണം. അങ്ങനെ വരുമ്പോൾ അത് ഒരൊറ്റയടിക്ക് 1,10,00,000 രൂപ നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. അതിന്റെ 60% തുക മാത്രമാണ് ഒരു വിദ്യാലയത്തിന് കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുക, അതും 5 വർഷങ്ങളിലായിട്ട്. അതിനവർ പറയുന്ന ചില പ്രൊജക്ടുകൾ, ചില പദ്ധതികൾ, പരിപാടികളുണ്ട്, അത് നടപ്പാക്കണം. ഞങ്ങളത് പരിശോധിച്ചു. ആ പ്രോഗ്രാമിൽ നല്ല കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ യാതൊരു നിർവാഹവും ആ പദ്ധതി അനുസരിച്ചില്ല. ആകെ തുകയുടെ 10% ചോടെ മാത്രമേ ഒരു വർഷം മെയിന്റനൻസിന് വേണ്ടി പോലും ഉപയോഗിക്കാൻ പാടുള്ളൂ. നേരത്തെ സുഹൃത്തുക്കൾ ചോദിച്ച ചോദ്യം, എന്തിനാ പണം ലാപ്സാക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ സഖാവ് മുല്ലക്കരയുടെ MLA ഫണ്ടിൽ നിന്നും പണം വിനിയോഗിച്ച് മെച്ചപ്പെടുത്തിയ വിദ്യാലയങ്ങൾ ആ മണ്ഡലത്തിനകത്തുണ്ടാവും. എത്രയോ കോടിക്കണക്കിന് രൂപയാണ് ഓരോ MLA-യും അതുപോലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വയമേവയും പ്രൈമറി മുതൽ സെക്കൻഡറി, ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ചെലവഴിച്ചത്. അവിടെയാണ് ഇപ്പോ ഒരു വിദ്യാലയത്തിന് ഹൈടെക് എന്ന നിലയിലേക്ക് 5-6 കോടി രൂപ ചെലവഴിച്ച് മെച്ചപ്പെടുത്തിയ വിദ്യാലയങ്ങൾക്കും ഇതേയാണ് 65 ലക്ഷം രൂപ 5 വർഷം കൊണ്ട് തരും എന്ന് പറയുന്ന ഈ പദ്ധതിയിലൂടെ അതിനെ ഹൈജാക്ക് ചെയ്യാൻ പോകുന്നത്. ആയില്ല. അവിടെ മോണിറ്ററിംഗ് എന്ന് പറയുന്ന രീതി, അതിന്റെ നിയന്ത്രണം, ഈ 265 സ്കൂളുകൾ തെരഞ്ഞെടുത്താൽ നമുക്ക് പറയും അതിന്റെ ആ സ്കൂൾ മാത്രമല്ല, ആ സ്കൂളിനെ തൊട്ടടുത്ത വിദ്യാലയങ്ങളുടെ ലീഡിംഗ് സ്കൂളായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളാണ് ഇനി അയൽപക്കത്തെ സ്കൂളുകളെ എല്ലാം നയിക്കേണ്ടത്. നിങ്ങളുടെ അടുത്ത് എന്ത് പദ്ധതിയും പരിപാടിയാണോ നടക്കുന്നത്, അതുപോലെയാകണം അയൽപക്കത്തെ വിദ്യാലയങ്ങൾ.
നോക്കണം, ആയില്ല. അതിനകത്ത് മറ്റൊരു ക്ലോസ് വെച്ചിരിക്കുന്നു, ഈ വിദ്യാലയങ്ങളിലേക്ക് ഈ ഫണ്ട് ഉപയോഗിച്ച് NGOകളുടെ സഹായം തേടാം. നോക്കണം, ആരാണ് NGOകളെ എംപാനൽ ചെയ്ത് വെച്ചിരിക്കുന്നു. ആ എംപാനൽ ചെയ്ത NGOമാർ ഉത്തരേന്ത്യയിലെ PM-ശ്രീ സ്കൂളുകളിലെല്ലാം കയറി ഇറങ്ങുകയാണ്. വിദ്യാഭാരതിയുടെ, സരസ്വതി വിദ്യാലയങ്ങളുടെ, RSSന്റെ കുറെ NGOs ഓൾറെഡി ഇതിനു വേണ്ടി തയ്യാറാണ്. നോക്കൂ, നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത്, ഫേസ്ബുക്കിനകത്ത് ചിലപ്പോൾ പരസ്യം വരുന്നുണ്ടാകാം. NEP സ്കൂൾ ആകുന്നുണ്ടോ, PM-ശ്രീ വിദ്യാലയങ്ങളിലേക്ക് മാറാനുണ്ടോ പ്രൊജക്ട്, നിങ്ങൾ ഞങ്ങളെ സമീപിക്കൂ എന്ന് പറഞ്ഞ് ആഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കകത്ത് 13,925 വിദ്യാലയങ്ങളാണ് ഇപ്പൊ PM-ശ്രീ ആയിട്ടുള്ളത്. ശരി, ഇന്ത്യക്കകത്ത് ഇത്രയും വിദ്യാലയങ്ങൾ തുടങ്ങിയപ്പോ കഴിഞ്ഞ പാർലമെന്റിനകത്ത് വന്ന ചോദ്യത്തിനകത്ത് ഒരു ചോദ്യത്തിന് നൽകിയ മറുപടി, ഇന്ത്യയിൽ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് കഴിഞ്ഞ ടേമിൽ അടച്ചുപൂട്ടപ്പെട്ട വിദ്യാലയങ്ങളുടെ എണ്ണം ചോദിച്ചപ്പോ അത് 14,900 വിദ്യാലയങ്ങളാണ്. നോക്കണം, 13,000 വിദ്യാലയങ്ങളെ മെച്ചപ്പെടുത്തുമ്പോൾ 15,000-ത്തിനടുത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഇരട്ടത്താപ്പാണ് നാം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊന്ന്. ഇനി എന്തിന് ഇതിൽ നമ്മൾ പോയി ഒപ്പുവെച്ചു എന്നുള്ള ചോദ്യമാണ്. കഴിഞ്ഞ ഒക്ടോബർ മാസം ഈ പദ്ധതി, ഈ അടുത്ത 2022 വന്ന പദ്ധതിയാണ്, തുടർച്ചയായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമഗ്ര ശിക്ഷ കേരളയാണ് അത് നടപ്പാക്കാനുള്ള ഏജൻസിയായി ചുമതലപ്പെടുത്തിയത്. അവരോട് പറയുന്നു, നിങ്ങളുടെ പണം തരണമെങ്കിൽ, യഥാർത്ഥത്തിൽ സമഗ്ര ശിക്ഷയും NEPയും തമ്മിൽ, അല്ലെങ്കിൽ PM-ശ്രീയും തമ്മിൽ നേരിട്ടൊരു ബന്ധവുമില്ല. അവരെ ഒരു ഏജൻസിയായി വെച്ചിരിക്കുന്നത് രാജ്യത്തിനകത്ത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പാക്കുന്നതിനുള്ള ഏജൻസിയും അതിന്റെ മേൽനോട്ടക്കാരനുമാണ് കേരളത്തിനകത്തെ സമഗ്ര ശിക്ഷ കേരള, അല്ലെങ്കിൽ SSA എന്ന് പറയുന്ന ഇന്ത്യക്കകത്തെ സർവശിക്ഷാ അഭിയാൻ എന്ന സംവിധാനം. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രൊജക്ടുകൾക്ക് തരേണ്ട പണം എനിക്ക് കിട്ടണമെങ്കിൽ ഇതാ ഈ പദ്ധതിയിൽ നിങ്ങളുടെ സംസ്ഥാനം ഒപ്പിട്ടാൽ മതിയാവും. അങ്ങനെ വന്നപ്പോ ഞങ്ങൾ ചോദിച്ചു, രേഖാമൂലം എന്തെങ്കിലുണ്ടോ? ആ ഗവേണിംഗ് ബോഡിയിൽ ഞാൻ കൂടി ഉണ്ടായിരുന്നു, സമഗ്ര ശിക്ഷ കേരളയുടെ പദ്ധതിക്കകത്ത്. ഈ ഒരു വാദം വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു, രേഖാമൂലം എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇത് വെച്ചുകൊണ്ട് നിയമപരമായി നമുക്ക് നേരിടാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് രേഖാമൂലം ഒന്നും പറഞ്ഞില്ല. PAB മീറ്റിംഗ് എന്ന് പറയുന്ന പ്രൊജക്ട് അപ്രൂവൽ ബോർഡിന്റെ മീറ്റിംഗ് ഡൽഹിയിൽ ഇരിക്കുമ്പോ SPD അതിന്റെ ഉദ്യോഗസ്ഥരോട്, നമ്മുടെ വിദ്യാഭ്യാസ സെക്രട്ടറിമാരോട് ഒക്കെ പറയുകയാണ്, നിങ്ങൾ ഒപ്പിട്ടിട്ട് വാ, വേറൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല. സാക്ഷാൽ പ്രധാൻ പറഞ്ഞതാ, ഇതൊരു പൊളിറ്റിക്കലാണ്, അതുകൊണ്ട് നിങ്ങൾ ഒപ്പിട്ട് വന്നാൽ പണം വാങ്ങിച്ചോ. പണം വാങ്ങുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വർഷം SSAക്ക് പാസ്സാകുന്ന തുക 400-നും 500-നും കോടി രൂപക്ക് ഇടയിലാണ്. 400-500 കോടി രൂപയാണ്. അത് കുറച്ച് പണം അവർക്ക് തരാതിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്നോ, വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഗോത്രവിഭാഗം കുട്ടികളുടെ, തീരദേശ വിഭാഗം കുട്ടികളുടെ യാത്രാ സൗകര്യം, അവർക്ക് വേണ്ട പിന്തുണാ സംവിധാനം എന്ന നിലയിൽ മാറ്റിവെക്കുന്നവ, കുട്ടികളുടെ യൂണിഫോമിനത്തിൽ നൽകേണ്ട തുക, കുട്ടികൾക്ക് പാഠപുസ്തകം നൽകേണ്ട തുക, ഇതൊന്നും തടഞ്ഞുവെക്കുവാൻ കേന്ദ്ര ഗവൺമെന്റിന് സാധിക്കുകയില്ല. ഭരണഘടനാ ബാധ്യതയുള്ള തുകയാണത്. തമിഴ്നാട് നിയമപരമായി പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു RT അനുസരിച്ചുള്ള പണം നൽകിയേക്കണമെന്ന്. അവർ പകുതി തുക വാങ്ങിച്ചെടുത്തു. ഞങ്ങൾ ആ കാലത്തും കഴിഞ്ഞ നവംബർ മാസം ഈ ഗവൺമെന്റിനോട്, അന്നത്തെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനോട്, വിദ്യാഭ്യാസ വകുപ്പിനോട് നമ്മൾ ആവശ്യപ്പെട്ടത് ഇതിൽ നിയമത്തിന്റെ വഴി തേടണം, രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടണം എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ അന്നത്തെ ആ വാദം കേട്ടില്ല, അന്നത്തെ ആ ഡിമാൻഡ് കേട്ടില്ല. അത് കേൾക്കാത്തപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തെ ഞങ്ങൾ ഈ വിവരം അറിയിക്കുന്നത്. ഇങ്ങനെ ഒരു അപകടം വരാൻ പോവുകയാണ്. ഇതാ മന്ത്രിസഭാ യോഗത്തിലേക്ക് ഇത് കൊണ്ടുവരാൻ പോവുകയാണ്. 2023 മുതൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണിത്. ഇത് വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തിൽ ഇടപെട്ടു. കാരണം പാർലമെന്റിനകത്ത് NEP നയം വന്നപ്പോ അതിനെ നഖശികാന്തം എതിർത്ത ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MP-മാരും നേതൃത്വവും എല്ലാം. അവരതിനെ ഗൗരവത്തോടുകൂടി കണ്ടു, അത് നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മരവിപ്പിക്കാനാണ് തീരുമാനിച്ചത്. ഇപ്പൊ ചോദിക്കുന്നത്, ശരി നിങ്ങൾ ഒപ്പുവെച്ചല്ലോ, ഇനി ഞങ്ങൾ നടപ്പാക്കുകയല്ലേ വേണ്ടതെന്നാ? അങ്ങനെയുണ്ടോ? എന്തുകൊണ്ട് 22 ദിവസത്തിനകം
ഒപ്പിട്ട് ഒക്ടോബർ 20 ഒപ്പിട്ടതെങ്കിൽ അത് നവംബർ മാസം ഇത് മരവിപ്പിക്കുവാൻ വാസുകി IAS നൽകിയ കത്ത് നമ്മുടെ മുമ്പാകെയുണ്ട്. അവർക്ക് തിരിച്ച് കേന്ദ്രത്തിൽ നിന്നും വന്ന കത്തുണ്ട്. നിങ്ങൾ ഇത് നടപ്പാക്കുന്നുണ്ടോ ഇല്ലയോ? ഏറെ വൈകിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ മെയ് 9 വന്നിരിക്കുന്ന ഒരു കത്തിനകത്ത് പറയുന്നത് ഇനി ചുരുങ്ങിയ മാസങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഇത് നടപ്പാക്കുന്നുണ്ടോ ഇല്ലയോ? അവിടെ ഒരു ഭരണമാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഏറ്റവും നന്നായി പ്രചരിപ്പിച്ചവർ അന്നത്തെ UDF-കാരാണ്. അന്നും ഇന്നും ഒരേ നിലപാടും ഒരേ പക്ഷവും ഒരേ അഭിപ്രായവും ഉന്നയിച്ചവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ ബഹുജന സംഘടനകളും. എന്നാൽ അന്ന് ഞങ്ങളിത് പറഞ്ഞപ്പോ പണം വേണ്ടേ, എല്ലാ കാലത്തും ഇത് പറ്റുമോ, അടവ് നയത്തിലൂടെ നമുക്കൊരു ശ്രമം നടത്താമെന്ന് പറഞ്ഞവർ ഇന്ന് നയം മാറ്റി ഒപ്പം കൂടിയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. അന്ന് എതിർത്തവർ ഇന്ന് നടപ്പാക്കാതെ വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറുകണ്ഠം ചാടിയിരിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഇതിനിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ സംഘടനകളും മാത്രമാണ് ആ അന്നെടുത്ത തീരുമാനത്തിൽ, നയത്തിൽ ഉറച്ചു നിന്ന് പോരാട്ടം, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രതിരോധത്തിന്റെ മാർഗം അത് രൂക്ഷമായി മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത്. കൊണ്ടുപോയില്ലെങ്കിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾക്ക് നിലനിൽപ്പില്ല. നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് NGO-മാർ വരും. HM ആണ്, ഞാൻ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. NGO കേന്ദ്ര സർക്കാരിന്റെ മോണിറ്ററിംഗ് ടീമായിട്ടാണ് വരുന്നത്. അവർക്ക് വേണ്ട സരസ്വതി പൂജ ക്ലാസ്സിനകത്ത് നടത്തും, പാദപൂജ നടത്തും, എന്തൊക്കെ വേണോ, വന്ദേ മാതരം ഓരോ പീരീഡും ചൊല്ലിക്കും, എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്യിക്കും. ഒന്നിനെയും തടയുവാനോ എതിർക്കുവാനോ കഴിയില്ല. അതാണ് ഫാസിസത്തിന്റെ കടന്നുവരവ് പതുക്കെ പതുക്കെയായിരിക്കും എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണിത്. ഒറ്റയടിക്കല്ല. ഇനി ഇതിന് മറ്റൊരു കാര്യം, നേരത്തെ സഖാവ് ഇവിടെ സൂചിപ്പിച്ചു, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ദേശീയ വിദ്യാഭ്യാസ നയം പ്രീ പ്രൈമറി തലം തൊട്ട് ഉന്നത വിദ്യാഭ്യാസ തലം വരെയുള്ള മേഖലകളെയാണ് പരാമർശിക്കുന്നത്. അതിനുവേണ്ട നയമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഈ പാർലമെന്റ് 20 വരാൻ പോകുന്ന വർഷകാല പാർലമെന്റിൽ വരാൻ പോകുന്ന ഒരു ബില്ല് വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ എന്ന് പറയുന്ന ബില്ല്. വികസിത് ഭാരത് അധിഷ്ഠാൻ, ശിക്ഷ അധിഷ്ഠാൻ. ആ ബില്ലിനകത്ത് വരാൻ പോകുന്ന കാര്യം ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എഴുതി വെക്കപ്പെട്ട ഒരു കാര്യമാണ്. ഒന്ന്, റിസർച്ച്, ഗവേഷണം. അതുപോലെ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം പല ധാരകളിലായിട്ടാണ് ഉള്ളത്. അതിനെയെല്ലാം ഏകോപിപ്പിച്ച് ഒറ്റ തലവന്റെ കീഴിൽ ഒരാളാണ് അത് എന്ത് വേണം എന്ന് പറയുക എന്ന് തീരുമാനിക്കുന്നു. അത് പ്രധാനമന്ത്രിയായിരിക്കും എല്ലാറ്റിന്റെയും ചെയർമാൻ. അത് വെച്ചുകൊണ്ട് UGC എന്ന് പറയുന്ന സംവിധാനം, സർവകലാശാലകളുടെ ഭരണം, അതിന്റെ നേതൃത്വം നൽകുന്ന UGC ഇല്ലാതാകുന്നു. AICT എന്ന് പറയുന്ന ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിന്റെ നിയന്ത്രണം നടത്തുന്ന സ്ഥാപനം ഇല്ലാതാകുന്നു. NCTE എന്ന് പറയുന്ന നമ്മുടെ അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ നിയന്ത്രണം നടത്തുന്ന, നിർവഹണം നടത്തുന്ന ഏജൻസി ഇല്ലാതാകുന്നു. പകരം ഒറ്റ കമ്മീഷനിലേക്ക് വരുന്നു. അത് വന്നു കഴിഞ്ഞാൽ കേരളത്തിനകത്ത്, സംസ്ഥാനങ്ങൾക്കകത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വകുപ്പിന് പ്രസക്തിയില്ല. ഇവിടെ റോണി ജോൺ എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ആ ബഹുമാന്യായ മന്ത്രിക്ക് ആ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ റോളില്ല. കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖല സർവകലാശാല വിദ്യാഭ്യാസമാണ്, ടെക്നിക്കൽ വിദ്യാഭ്യാസമാണ്, ഈ അധ്യാപക വിദ്യാഭ്യാസമാണ്. അതെല്ലാം ഒരു കേന്ദ്രത്തിലേക്ക് പോവുകയും കേന്ദ്രം അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഈ മന്ത്രിയും വകുപ്പും അതിൽ നോക്കുകുത്തികളാകുക എന്ന് മാത്രമേ ഉള്ളൂ. ചുരുക്കത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അവർ പിടിക്കുന്നു. ഇതുപോലെ പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ തന്ത്രമാണ് PM ശ്രീ. പൊതുവിദ്യാഭ്യാസത്തെ പിടിക്കണം, സെക്കൻഡറി വിദ്യാഭ്യാസത്തെ പിടിക്കണം, പ്രൈമറി വിദ്യാഭ്യാസത്തെ പിടിക്കണം. ആകാവുന്നത് നോക്കിയിട്ടും അത് നമ്മുടെ ഒരു പ്രതിരോധത്തിന്റെ മേഖല കൂടിയാണ്. പ്രാദേശികമായി ബഹുജനങ്ങൾ, നാട്ടുകാർ, PTA-കൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, ഒരു കൂട്ടായ്മയുണ്ട് നമ്മുടെ നാട്ടിൽ. അത് PTA-കളാണ്. പ്രൈമറി വിദ്യാലയത്തിന്റെ ഒരു PTA പൂട്ടിപ്പോകാൻ പോകുന്ന വിദ്യാലയമാണെങ്കിൽ പോലും അവിടെ അത് നാടിന്റെ പൊതു നന്മയാണ് എന്ന തരത്തിൽ ഒരു കൂട്ടായ്മ, മുമ്പ് പഠിച്ച കുട്ടികളും രക്ഷിതാക്കളും എല്ലാം ചേർന്നുണ്ടാക്കുന്ന, അതിനകത്തേക്ക് കടന്നു കയറുവാൻ അത്ര പെട്ടെന്ന് സംഘപരിവാര ശക്തികൾക്ക് സാധിക്കുന്നില്ല. അതിൽ കയറിക്കൂടാനുള്ള ഒരു ഏറ്റവും എളുപ്പമുള്ള മാർഗമായി PM ശ്രീ വരും. അതിനുള്ള മാർഗമായി NEP വരും. അത് വന്നു കഴിഞ്ഞാൽ യാതൊരു
സമവർത്തി പട്ടികയിലുള്ള കൺകറന്റ് ലിസ്റ്റിലുള്ള വിദ്യാഭ്യാസത്തെ യൂണിയൻ ലിസ്റ്റിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രം കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് വസ്തുത. മുമ്പ് ഇത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാ. അടിയന്തരാവസ്ഥ കാലത്താണ് ഇത് യൂണിയൻ കൺകറന്റ് ലിസ്റ്റിലേക്ക്, അതിനുശേഷമാണ് ഇത് അങ്ങോട്ട് പോയത് വിദ്യാഭ്യാസം. അതെന്തുകൊണ്ടാ? വൈവിധ്യമാർന്ന പ്രദേശങ്ങളാണ്. അവിടെ ആ പ്രാദേശിക വൈവിധ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാകണം അതത് പ്രദേശത്തെ വിദ്യാഭ്യാസത്തിന് രൂപം നൽകേണ്ടത്. അത് എല്ലാ ദേശീയ വിദ്യാഭ്യാസ നയങ്ങളും അനുവാദം തന്നതാ. NCF എന്ന് പറയുന്ന നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് സംസ്ഥാനത്തിനകത്ത് KCF എന്ന തലത്തിൽ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് ചെയ്യാം. ആ വൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിർത്തണം. NEP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അതാണ് നാം മുദ്രാവാക്യമാക്കി എടുത്തത്. ഇതുവരെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് വിദ്യാഭ്യാസ നയങ്ങൾ, 3 വിദ്യാഭ്യാസ കമ്മീഷനുകൾ എല്ലാം ഇന്ത്യൻ ഭരണഘടനയിൽ ഊന്നിയിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൂല്യങ്ങളെ നിലനിർത്തിക്കൊണ്ടാണ്. എന്നാൽ NEP 2020 മതേതരത്വത്തെ അംഗീകരിക്കുന്നില്ല. സെക്യുലർ എന്ന പദമില്ല. ഡെമോക്രസിയെ അംഗീകരിക്കുന്നില്ല. ഏത് വിദ്യാഭ്യാസ നയം എഴുതുമ്പോഴും അതിന്റെ ആമുഖത്തിൽ ഈ ഭരണഘടനാ മൂല്യങ്ങളെ ഒന്നുകൂടി നിർവചിക്കും. അത് ഈ NEP 2020 കാണാനില്ല. ഇതാണ് അതിനകത്തെ ഏറ്റവും അപകടകരമായ കാര്യം. മതേതരത്വമെന്ന് ആമുഖത്തിൽ എഴുതി വെച്ചു കഴിഞ്ഞാൽ ഈ നയങ്ങളൊന്നും ഇന്ത്യക്കകത്ത് നടപ്പാക്കുവാൻ മോദി സർക്കാരിന് സാധിക്കുകയില്ല. ഇനി എങ്ങനെയാണ് UDF-ന് ഈ നയം നടപ്പാക്കാൻ കഴിയുക? കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഇതേപോലെ ഒരു പരിപാടിയിൽ പോയി സംസാരിക്കുമ്പോൾ എന്നോട് ഒരു സുഹൃത്ത് ചോദിച്ചത്, സദസ്സിലിരുന്നുകൊണ്ട്, അല്ല മാഷെ, പള്ളി പൊളിക്കുമ്പോ ഒന്നും മിണ്ടാതിരുന്ന ഒരു പ്രതികരണവും ഇല്ലാത്ത ഒരാൾക്ക് ഈ ഒരു നയം വരുന്നതിലാണോ പ്രയാസം? അതുകൊണ്ട് അതൊന്നും നോക്കണ്ട. ഇതുപോലെ ആയിരുന്നില്ല. കുറച്ചുകൂടി ബഹുജനങ്ങൾ, വെറും പാർട്ടിക്കാർ മാത്രമായിരുന്നില്ല ആ സദസ്സിൽ ഉണ്ടായിരുന്നത്. കുറച്ചുകൂടി ആളുകൾ വന്നിരുന്നു, കുറച്ചുകൂടി ബഹുജനങ്ങൾ വന്നിരുന്നു. അതിൽ ഒരു കക്ഷി ചോദിച്ചതാ, സത്യല്ലേ, ഇത്രമാത്രം അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞവർ ഇത് ഒപ്പിട്ട് പോയത് കൊണ്ട് ഇനി നടപ്പാക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ വക്കീലന്മാരുണ്ടാവും, ഭരണഘടന അറിയുന്നവരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. 299 എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ട്, 166 എന്ന് പറയുന്നതുണ്ട്. സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഒരു വിഷയത്തെ എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് അത് പറയുന്നുണ്ട്. മാത്രമല്ല, അത്തരമൊരു വിഷയത്തിൽ ഗവർണറോ രാഷ്ട്രപതിയോ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പേരിലാണ് ഒപ്പുവെക്കേണ്ടത് എന്നുണ്ട്. ഞങ്ങൾ ഇതിന്റെ ഡോക്യുമെന്റ് ഒക്കെ എടുത്തു നോക്കിയപ്പോ വാസുകി IAS എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ സെക്രട്ടറിയും സഞ്ജയ് കുമാർ എന്ന് പറയുന്ന കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ സെക്രട്ടറിയുമാണ് ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അത് MOU മാത്രമാണ്, ധാരണാപത്രം മാത്രമാണ്. ഒരു MOU നിലനിൽക്കില്ല എന്ന് ഭരണത്തിലിരിക്കുന്ന എല്ലാ അഡ്വക്കേറ്റുമാരായിട്ടുള്ള മന്ത്രിമാർക്കും അറിയാവുന്നതാണ്. അവരത് കണ്ണടച്ചു പിടിക്കുകയാണ്. ചുരുക്കം ഇതാണ്, ഇടതുപക്ഷത്തെ തീർച്ചയായും അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പിന് പറ്റിയ വലിയൊരു തെറ്റാണ് ഇതിൽ ഈ രേഖയിൽ ഈ MOU-യിൽ ഒപ്പുവെച്ചത്. മരവിപ്പിച്ചു നിർത്തി എന്നുള്ളത് ആശ്വാസമാണെങ്കിലും അതിൽ ചാരിക്കൊണ്ട് ഇത് നടപ്പാക്കി കൊണ്ടുപോകാനുള്ള ഗൂഢശ്രമമാണ് UDF പക്ഷത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇതിനെയാണ് പ്രതിരോധിക്കേണ്ടത്. ഇന്നലെ അറിഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണെങ്കിൽ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇത് ചില നിബന്ധനകൾക്ക് വിധേയമായി നടപ്പാക്കും എന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇതിനകത്ത് യാതൊരു നിബന്ധനക്കും പ്രസക്തിയില്ല. നിബന്ധനകൾ ഇല്ല അതിനകത്ത്. അതൊരു ഓപ്പൺ ഡോക്യുമെന്റ് ആണ്. വേറെന്താ നിബന്ധന? ശരിയാ, പാഠപുസ്തകം നടപ്പാക്കില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞേക്കാം. പാഠപുസ്തകം നടപ്പാക്കില്ല എന്ന് പറയുമ്പോ കേരളത്തിനകത്ത് 11ഉം 12ഉം ക്ലാസ്സുകളിലെ പാഠപുസ്തകം NCERT പുസ്തക. നമ്മളിത് പറയുമ്പോഴും ദാരിദ്ര്യം എന്ന ടേം വെട്ടിമാറ്റിയ എക്കണോമിക്സിന്റെ ടെസ്റ്റാണ് 11ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 12ാം ക്ലാസ് പഠിപ്പിക്കുന്നത് മധ്യകാല ഇന്ത്യയെ സൽത്തനത്ത് ഭരണം, സുൽത്താൻ ഭരണവും മുഗള ഭരണവും ഇല്ലാത്ത പാഠപുസ്തകമാണ് കേരളത്തിനകത്ത് ഉള്ളത്. NCERT പാഠപുസ്തകമുള്ളത്. NCERT പാഠപുസ്തകത്തിനകത്ത് നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയില്ല. കോപ്പിറൈറ്റ് ഉള്ളതാണ് ഒരു പുസ്തകം. അതിനകത്ത് നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയില്ല, നമുക്ക് വെട്ടിത്തിരുത്താനും കഴിയില്ല. അങ്ങനെ ഒരു പുസ്തകം വന്നപ്പോ സമൂഹശാസ്ത്രം, സോഷ്യോളജി പുസ്തകത്തിലാണ് കലാപമെന്ന ടേം വേണ്ട, അങ്ങത് കുട്ടികൾ പഠിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചത്. പ്രത്യേകിച്ചും ഗുജറാത്ത് കലാപം കുട്ടി അറിയണ്ട എന്ന് തീരുമാനിച്ചത്.
അങ്ങനെ തീരുമാനിച്ച പാഠപുസ്തകം വന്നപ്പോഴാണ് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു ട്രാൻസാക്ഷണൽ ടെസ്റ്റ്, അഡീഷണൽ ടെസ്റ്റ്, ഈ ഭാഗങ്ങളെല്ലാം പ്രത്യേകം പ്രിന്റ് ചെയ്തുകൊണ്ട് ഒരു കുഞ്ഞു പുസ്തകം ഈ ക്ലാസ്സുകളിലേക്ക് വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അത് നടപ്പാവുകയും ചെയ്തു. നോക്കണം, NCERT-യിൽ ഇനി PM ശ്രീ നടപ്പാക്കി കഴിഞ്ഞാൽ ആ വിദ്യാലയങ്ങൾ സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിലെ ഒരു പൊതു ട്രെൻഡ് CBSE ദേശീയ പുസ്തകം അത് എന്തോ മഹത്തായതാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. എന്താണ് അക്കരെ പച്ച എന്ത് എന്ന് അറിയാൻ വേണ്ടി നോക്കുന്നവരാകാം, ആയിക്കോട്ടെ. അവരറിയേണ്ടത് 8ാം ക്ലാസ്സിൽ കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ NCERT-യുടെ ഏറ്റവും പുതിയ പാഠപുസ്തകത്തിലാണ് സ്വരാജ് എന്ന മുദ്രാവാക്യം ഉന്നയിച്ച RSSന്റെ നേതാവിന്റെ പേര് സർവർക്കർ എന്നാണ് എന്ന് എഴുതി ചേർത്തിരിക്കുന്നു. നോക്കണം, RSS സ്വരാജ് മുദ്രാവാക്യം ഉന്നയിക്കുന്ന സമയത്താണ് RSS എന്ന പ്രസ്ഥാനം ഇന്ത്യക്കകത്തുണ്ടായത് എന്നറിയാം. 1925. ശരിയാ, ബാലഗംഗാധര തിലകനാണ് സ്വരാജ് എന്ന മുദ്രാവാക്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് മുന്നിൽ അവതരിപ്പിച്ചതെങ്കിൽ അത് ഉന്നയിച്ച ആളാണ് സർവർക്കർ എന്നൊരു പുസ്തകത്തിൽ എഴുതി വെക്കുന്നു എന്ന് പറഞ്ഞാൽ നോക്കണം, എന്താണ് ദേശീയ പ്രസ്ഥാനത്തിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളത് ചരിത്രം അവരെ തിരിഞ്ഞുകൊത്തുന്നു എന്ന് കാണുമ്പോൾ അതവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. അത് പാഠഭാഗങ്ങളിലൂടെ കുട്ടികളിലേക്ക് എങ്ങനെ എത്തിക്കാൻ കഴിയും എന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറീസയിലെ NEP അനുസരിച്ച് തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളിൽ 1646 തിരുത്തലുകളാണ് ഈ വർഷം വരുത്തി കഴിഞ്ഞത്. നോക്കണം, കർണാടകത്തിൽ BJP ഭരിക്കുന്ന കാലത്ത് NEP നടപ്പാക്കുകയും പാഠപുസ്തകങ്ങൾ നിലവിൽ വരികയും ചെയ്തു. അവിടുത്തെ പ്രൈമറി വിദ്യാലയത്തിൽ എന്റെ പ്രദേശത്ത് നിന്നും 30 കിലോമീറ്റർ അപ്പുറം പോയാൽ ഒരു പ്രൈമറി സ്കൂൾ ഉണ്ട്. കുട്ട എന്ന് പറയുന്ന വിരാജ്പേട്ടക്കടുത്തുള്ള ഇരട്ടിക്കടുത്ത്. അവിടുത്തെ പാഠപുസ്തകത്തിനകത്ത് ഗാന്ധിജിയില്ല, നെഹ്റു ഇല്ല, എല്ലാം വെട്ടിമാറ്റിയിട്ടായിരുന്നു. ഇപ്പോ ഈ വർഷം കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് പാഠ്യപദ്ധതി പരിഷ്കരിച്ച് അതെല്ലാം തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസിന്റെ UDFന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ തൊട്ടപ്പുറത്തുള്ള ആ പാഠപുസ്തകങ്ങളെങ്കിലും മുൻ അനുഭവങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കിയെങ്കിൽ ഇത് നടപ്പാക്കാൻ തുനിയില്ല എന്നേ പറയാനുള്ളൂ. പക്ഷേ അറിയാവുന്ന ഘട്ടം വെച്ച് നമുക്ക് സഖാവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിരോധം കടുപ്പിക്കേണ്ടി വരും ആഴ്ചകളിൽ ഇത് നടപ്പാക്കാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. അത് ഏത് ഡീലിന്റെ ഭാഗമാണ് എന്ന് നമുക്കറിയില്ല. അത് ബഹുജനങ്ങൾ തീരുമാനിക്കട്ടെ, സമൂഹം തീരുമാനിക്കട്ടെ, കേരളത്തിന്റെ രാഷ്ട്രീയം തീരുമാനിക്കട്ടെ എന്ന് മാത്രമാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പറയുവാനുള്ളത്. ഇത്രയും നേരം എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.